ഹായ്, ഞാൻ ഡോക്ടർ അമിത, ഇത് ഡോക്ടർ പ്രിയദർശിനി. ഇന്ന് നമുക്ക് പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യേണ്ട സ്കാനിങ്ങിനെ പറ്റി പറയാം അല്ലേ മാഡം? സ്കാനിങ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യണ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ. വളരെ ഏർലി ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പോലും ആണ് സ്കാനിങ്. പക്ഷെ എന്നാലും പല ആൾക്കാർക്കും അത് സേഫ് ആണോ, പ്രഗ്നൻസിയിൽ എപ്പോൾ ചെയ്യണം, എത്ര തവണ ചെയ്യേണ്ടി വരും, അതിനൊക്കെ കുറിച്ചുള്ള പല ഡൗട്ട്സും ഉണ്ട് അല്ലേ? സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അതായത് നമ്മൾ അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. പക്ഷെ ഇത് 100% സേഫ് ആണ് കുട്ടിക്ക്. ഇത് സ്കാനിങ് ഫസ്റ്റ് ലോകത്തിൽ തന്നെ തുടങ്ങിയത് ഒരു 1953 ആണെങ്കിലും ഇന്ത്യയിൽ എത്തിയത് അറൌണ്ട് 1980s. പിന്നെ ഒരു 2005 തുടങ്ങിയിട്ടൊക്കെയാണ് റുട്ടീനായിട്ട് നമ്മൾ എല്ലാ പേഷ്യൻസിനും കമ്പൽസറി ആയിട്ട് സ്കാനിങ് തുടങ്ങിയത്. ഞാൻ യൂഷ്വലി 6 to 8 വീക്സ് ആണ് ആദ്യത്തെ സ്കാൻ ചെയ്യാൻ പറയാറ്. അതെങ്ങനെ, അങ്ങനെ തന്നെയല്ലേ അമിത? 7 to 8 വീക്സ് ആണ് ഐഡിയലി ഫസ്റ്റ് സ്കാനിന്റെ സമയം. കാരണം ഈ സമയത്ത് നമുക്ക് എംബ്രിയോനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ ലെങ്ത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. കൂടാണ്ട് അതിന് ചുറ്റും എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ പ്രഗ്നൻസി യൂട്രസിന്റെ ഉള്ളിൽ തന്നെ അല്ലേ എന്ന് കൺഫേം ചെയ്യാം. യൂട്രസിൽ വല്ല ഫൈബ്രോയിഡ്സോ ഓവറിയിൽ വല്ല സിസ്റ്റോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സ്കാനിങ്ങിൽ കൂടെ മനസ്സിലാവും. അതുകൊണ്ട് കൂടിയാണല്ല ഈ സ്കാനിങ് നമ്മൾ ഇതിനെ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയണത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഡെലിവറി ഡേറ്റ് മുൻകൂട്ടി കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആദ്യത്തെ സ്കാനിങ്ങിൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്കാനിങ് നമ്മൾ NT സ്കാൻ 12 വീക്സ് കഴിഞ്ഞാൽ NT സ്കാൻ ചെയ്യും. അതിന്റെ ഇമ്പോർട്ടൻസ് മാഡം, അതിന് മുമ്പ് ഈ 6 to 8 വീക്ക് സ്കാനിനെ പറ്റി ഒരു കാര്യം കൂടെ മാഡം പറഞ്ഞല്ലോ. ഇപ്പം ഡേറ്റിംഗ് സ്കാൻ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആവണത് പീരിയഡ്സ് കറക്റ്റ് അല്ലാത്തവരിൽ ആണ്. കാരണം നമ്മുടെ സൈക്കിൾസ് റെഗുലർ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് EDD ആ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ പീരിയഡ്സ് ഇറഗുലർ ആണെങ്കിൽ നമ്മൾ ഈ സ്കാനിൽ കുട്ടിയുടെ മെഷർമെന്റ് നോക്കിയിട്ടാണ്, അതായത് കുട്ടി ഏകദേശം ഫസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ എത്രയായി എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ് ഓഫ് ഡെലിവറി കാൽക്കുലേറ്റ് ചെയ്യുക. അതെ, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇതിനെ ഡേറ്റിംഗ് സ്കാൻ പറയണതും അതിന്റെ ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ്. അതാണ് അതിന്റെ മെയിൻ. ഈ ഒരു സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണത് NT സ്കാനിങ് ആണല്ലോ. 12 വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? NT സ്കാൻ ആണ് ഒരുപക്ഷെ പ്രഗ്നൻസിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കാൻ. അതില് നമുക്ക് കുട്ടി ഒരു മിനിയേച്ചർ ഹ്യൂമൻ ബീയിങ് ആയിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടോ, മേജർ അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കുട്ടിയുടെ കഴുത്തിന്റെ പുറകിലെ ഒരു അളവ് നോക്കിയിട്ട് ജനിതകമായ എന്തെങ്കിലും അബ്നോർമാലിറ്റി കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ സെർവൈക്കൽ ലെങ്ത്, അതായത് നേരത്തെ പ്രസവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അമ്മയ്ക്ക് BP വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ അറിയാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്കാനിങ് ആണ് NT സ്കാൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണത് ഒരു 20 വീക്സിൽ അനോമലി സ്കാൻ ആണ് അല്ലെ? NT സ്കാൻ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അനോമലി സ്കാനും. അപ്പോഴേക്കും കുട്ടി കുറച്ചും കൂടെ വലുതായിട്ടുണ്ടാവും. നമുക്ക് കുട്ടിയുടെ അവയവങ്ങളൊക്കെ ഒന്നും കൂടെ നന്നായി കാണാൻ പറ്റും. അപ്പം ഓൾമോസ്റ്റ് എല്ലാ അവയവങ്ങളുടെ ഇതും നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ബ്രെയിനിന്റെ ഈ എംബ്രിയോ ആവണത് തുടങ്ങി 2 വയസ്സ് വരെയാണ് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്. അപ്പൊ ബ്രെയിനിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ സ്കാനിൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ബുദ്ധി, കേൾവി, കാഴ്ച, ഇത് 3 സ്കാനിങ്ങിൽ കൂടെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അനോമലി സ്കാനിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്കാനിങ് നമ്മൾ എപ്പോഴായിരിക്കും ചെയ്യേണ്ടത്? യൂഷ്വലി മാഡം എക്സാമിൻ ചെയ്യുമ്പോൾ മാഡത്തിന് എന്താ പറയാ, വയറിന്റെ അളവ്, അതായത് സിംഫൈസിയോ ഫണ്ടൽ ഹൈറ്റ് ഒക്കെ നോക്കിയിട്ട് സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും അപ്പം സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ റുട്ടീൻലി ഒരു 30 to 32 വീക്സിലാണ് നമ്മൾ യൂഷ്വലി ഗ്രോത്ത് സ്കാൻ ചെയ്യുക. പിന്നെ ഡെലിവറിയോട് അടുത്ത് വേറൊരു സ്കാൻ 36 വീക്സിലും കൂടെ നമ്മൾ സാധാരണയായി ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി റുട്ടീൻലി ചെയ്യണ സ്കാനിങ്സ്. വരും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഇല്ലാത്തുള്ള ആൾക്കാർക്ക്. പക്ഷെ ചില എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വല്ല ഹൈ റിസ്ക് പേഷ്യൻസ്, ട്വിൻസ്, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് സ്കാൻ ചെയ്യേണ്ടി വന്നു എന്ന് വരാം. അതെ.